എല്ലാവർക്കും നമസ്കാരം. നമ്മളെ കൂടെയുള്ളത് ആരാന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ചാനലിൽ പുതുതായിട്ട് ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതായത് എന്റെ വീട്ടിലൊരു കിണറാണ്. ഇത് ഏകദേശം ഒരു 21 പടവ് ഉള്ള ഒരു കിണറാണ്. അപ്പൊ ഇതില് ഓലയും ഇതിന്റെ നമ്മളുടെ തെങ്ങിന്റെ പൂവൊക്കെ വീണിട്ട് ആകെ വെള്ളം ചീത്തയായി തുടങ്ങിയപ്പോൾ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് എന്നെക്കാളൊക്കെ ഈ ലോകം മുഴുവനും പരിചയമായിട്ടുള്ള നമ്മളുടെ ഓൾറൗണ്ടർ കൺസ്ട്രക്ഷനെ അവരെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്വന്തം ലത്തീഫ് ഭായ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിലുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിനും ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നതിനും നേരിട്ട് നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. ലത്തീഫ്ക, എന്താണ് പിന്നെ വിശേഷങ്ങൾ? സുഖം. എന്താണ് ഒരു കാര്യം പറയാൻ മറന്നുണ്ട്. ഈ കിണറിന്റെ നേരെ മുകളിലാണ് തെങ്ങിന്റെ കൊല കെട്ടുന്നത്. പൂക്കലുണ്ടാവില്ലേ, അതിമന്ന് സാധനം എന്താ, ഈ അൽച്ചിന്റെ സാധനം പൊടിഞ്ഞു പൊടിഞ്ഞാക്ക വെള്ളത്തിലായിണ്ട്, ഓല ഊരുണ്ട്, ചീഞ്ഞുണ്ട്. അപ്പൊ ചായക്ക് വളർത്തപ്പോ എന്തായി, കറുത്ത വെള്ളം വരാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഓല ഇതൊക്കെ വീണുകൊണ്ടും വെള്ളം ചീത്തയായി തുടങ്ങി. നമുക്ക് ഏകദേശം നോക്കിയാൽ അറിയാം. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ലത്തീഫ് ഒരു കുറച്ചൊക്കെ വൃത്തിയായി കഴിഞ്ഞില്ലേ? ഏകദേശം ഒരു മുക്കാൽ കഴിഞ്ഞു. അതായത് 3 മാലിട്ട് കണ്ട്. ഒരു മാല എന്ന് പറഞ്ഞാല് ഈ കിണറുണ്ടല്ലോ, ഒരു 6 മീറ്റർ ഉണ്ട് വെച്ചോളി. ഇങ്ങനെ വളഞ്ഞു വരുമ്പോളേ നമ്മളെന്താക്കും, ഒരു 1.5 മീറ്ററിൽ ഒരു മാലിടും. ഒരു മനുഷ്യന്റെ ഈ കൈ ഇവിടെ ഇട്ടിട്ട് ഇവിടെ വരെ എത്ര വളത്തില് ഇതും ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കാറ് ഊരിക്കാണ്ട് അവിടെ കെട്ടും, അതേ ലെവലിൽ പറിക്കും. അങ്ങനെ ഒരു 4 സ്റ്റെപ്പിൽ എന്താക്കും, ഇത് തീർക്കുക ചെയ്യാം. ഇത് ഫുള്ള് തീർത്തിട്ടേ കിണറ്റിന്റെ അടിയിൽ ഇറങ്ങുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഇന്നലെ അവിടെ തൃശ്ശൂർ പോയില്ലേ, കുന്നമംഗലം, തൃശ്ശൂരിനൊക്കെ വിളിച്ച എന്തിനാണെന്നറിയോ, അവിടെ ഒന്നും ഇതേപോലത്തെ പണി ചെയ്യാൻ ആൾക്കാരില്ല. പിന്നെ ഈ പണി 2 ഐഡിയ കൂടെ നമ്മൾ ചെയ്യും. ഒന്ന് എങ്ങനെയാണെന്ന് അറിയാം, നിങ്ങളെ വീട്ടിലത്തെ ഈ എഗ്രിമെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്റെ വെള്ളം വറ്റിച്ചിട്ട് അടിയൊക്കെ ക്ലീൻ ആക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ മുകളിലത്തെ പുല്ലും ഈ ചണ്ടൊക്കെ ഒരതി വൃത്തിക്കിട്ടൊക്കെ നമുക്ക് എനിക്ക് കിടാൻ പറ്റും. ഓക്കെ അല്ലേ? കാരണം വെള്ളം വറ്റിക്കാനുള്ളല്ലേ. ചില വീട്ടിലെ ആൾക്കാർ എന്താ പറയാന്നറിയോ, നല്ല 5-6 പടവ് വെള്ളം ഉണ്ട്, അപ്പൊ വെള്ളം ഒന്നും കേട് വരാൻ പാടില്ല എന്നറിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു ബക്കറ്റ് വലുത് കൊണ്ടുപോകും. അത് കെട്ടി വെച്ചിട്ട് ഈ പുല്ല്, ഈ കറ വരുന്നില്ല, ഈ പുല്ല് ഇങ്ങനെ പറിച്ച് ബക്കറ്റൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ചെയ്യാം. പിന്നെ ചെറിയൊരു 1, 2, 3 പുല്ലൊക്കെ ഇങ്ങനെ വളത്തിന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ. അത് ലാസ്റ്റ് കൊതുകിന്റെ വല വെച്ചുകൊണ്ട് അരിച്ചെടുക്കും. അങ്ങനെ 2 ഐഡിയ കൂടെയാണ് നമ്മൾ ഈ വർക്ക് തീർക്കുന്നത്. ഇവിടുത്തെ സംഭവം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ത് അരിച്ച് കിട്ടാൻ കുഴപ്പമില്ല. വെള്ളം പറ്റിക്കണ്ടതാ, വെള്ളം പോയിക്കൊണ്ടിരിക്കണ്ടോ. അപ്പൊ നമ്മൾ ഈ പുല്ല് പറിച്ച് കഴിയുമ്പോത്തിന് അതിലെ വെള്ളം ഏകദേശം സെറ്റപ്പായി മാറും. ഇത് അടിക്ക് ഇറങ്ങിയിട്ട് എന്താക്കും, തൊരട്ടി വൃത്തിയാക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ കിണറിന്റെ അടിഭാഗം പാറാണെന്ന് തോന്നുന്നത്. വെള്ളം പറ്റിയിട്ടില്ല ഇവിടെ. ഇല്ല, വെള്ളം പറ്റിയിട്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് ലത്തീഫ് വിശേഷങ്ങൾ? സുഖം, ഉഷാറായിട്ട് പോണ്. നമ്മളെ സ്വന്തം തൊട്ടടുത്തുള്ള ആളുണ്ടോ നമ്മുടെ ലത്തീഫ്. അപ്പൊ എന്താണ്, എങ്ങനെയുണ്ട് നമ്മുടെ ചാനലൊക്കെ, എങ്ങനെ പോണു? ചാനൽ ഉഷാറാണ്, പണി ഇഷ്ടം പോലെ വരുന്നുണ്ട്, പുതിയ പണിക്കാരായി, സാറ്റിസ്ഫൈഡ് ആണ്. ഇങ്ങനെ പോകുന്നുണ്ട്. ഡെയിലി ഓരോ സൈറ്റിലോരോ വർക്കുകളാണ്. പിന്നെ കൂടുതൽ വർക്ക് നമ്മൾ കേൾക്കൂല, കണ്ടമാനം വർക്ക് വന്നുകൊണ്ടിരിക്കണം. എത്ര ഒരു ദിവസം മെസ്സഞ്ചറിൽ ഒരു 15 വർക്ക് മിനിമം, ഇൻസ്റ്റാഗ്രാമിൽ ഒരു 10 വർക്ക് വേറെ, പിന്നെ യൂട്യൂബ് വേറെ, ഏത് കമന്റില്. പോരാത്തതിന് ഇപ്പം കോഴിക്കോടത്തെ ഒരാള് നമ്മളിപ്പോ കുറെ വീഡിയോ കണ്ട് മൂപ്പർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് മൂപ്പർ തേഞ്ഞിപ്പലത്താന്നുള്ളത്. അപ്പൊ ആ ലെവലിൽ ഇവിടെ ആരെങ്കിലും വിളിക്കും, ആരെങ്കിലും തേഞ്ഞിപ്പലത്തിലെ രാമനാട്ടർ വിളിക്കും, ഇതിങ്ങനെ ചെക്കൻ വരും. അപ്പൊ രാമനാട്ടത്തെ ആള് ഇവിടുത്തെ ആൾ വിളിക്കും. അങ്ങനെ നമ്പർ ഒപ്പിച്ചെടുത്ത വർക്ക് വേറെയും ഇഷ്ടം പോലെ വർക്കാണ്. എന്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, ഈ നമ്മളെ നാട്ടിലെ കുറെ ആൾക്കാര് പണിയില്ലാതെ ഗൾഫ് പോകണ്ടല്ലോ. ഏത് ഇവിടെ പണിയില്ലാതെ, ഇവിടെ അഭിമാന പ്രശ്നമാണ്. ഇവിടെ ഇങ്ങനത്തെ പണിക്കൊക്കെ നല്ല പൈസ ഉണ്ട്, പക്ഷെ ഇവിടെ പണി ചെയ്യൂല. എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളെ നാട്ടിൽ തന്നെ കണ്ടമാനം പണിയാണ്, ഓടി പോകേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ, മലയാളികൾക്ക് ഇവിടെ പണി ചെയ്യാനുള്ള ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാല്, മറ്റുള്ളവര് ഈ ഫീൽഡിൽ ഈ മേഖല ഒരു പുച്ഛത്തോടെ കാണുകയാണ്. ഈ പണിക്ക് എന്തില്ല എന്നല്ലേ, ഒരു വില കൊടുക്കണില്ല. പക്ഷെ നല്ല ശമ്പളം ഉണ്ട്. ഞാൻ ഗൾഫിൽ പോയ ആളാണ്. എനിക്ക് എല്ലാ പണി കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് കിട്ടിയ ബാക്കി എത്രയാണെന്ന് അറിയോ, 22 റുപ്യ എന്റെ ചെലവൊക്കെ. ആ 22 റുപ്യയിൽ നല്ലൊരു ലഡു ഞാൻ തിന്നൂല, ഒരു ബ്രെഡ് തിന്നൂല, പൊറോട്ട തിന്നൂല. ഒക്കെ അവിടെ ഉണ്ട്, കേരളക്കാരെ ഹോട്ടലൊക്കെ ഉണ്ടേനി. എനിക്ക് തിന്നാൻ പൂതി ഉണ്ടായിരുന്നു. എന്താ കുഴപ്പം അറിയോ, പൈസ അട്ടിക്കാനെ പൂതി നമുക്ക് അവിടെ ഉണ്ടാവുക. പക്ഷെ ഞാൻ പറയണൊക്കെ വെച്ചാല് ആ 22 റുപ്യക്ക് ഞാൻ അവിടെ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ടിന്. ഇപ്പൊ എനിക്ക് അതിന് 4 എത്തി കിട്ടില്ല ഇവിടുന്ന്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ പണി തന്നെ മതിയെന്ന്, വേറൊരു പണിക്കും പോണ്ട, തയ്യാറാവാന്നുള്ളതാണ് ഒരു കാര്യം. യെസ്. നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരില് ശരിക്കും പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ആള് നമ്മുടെ ലത്തീഫാന്ന് അറിയാം. അതായത് എല്ലാരും പണി ചെയ്യുന്നുണ്ട്. എന്താ പറയാ, നമ്മളെ കണ്ടന്റ് ഇങ്ങനത്തെ സംഭവം ആയതുകൊണ്ട് ആൾക്കാർക്ക് ഒന്നും പാടെ നമ്മളൊരു മതിപ്പ് ഉണ്ടാവുന്നുള്ളൂ. അതായത് ഞങ്ങൾക്കൊക്കെ അത് വളരെ പ്രചോദനമാണ്. സാധാരണ നമ്മളൊരു ഡാൻസോ പാട്ടോ കണ്ടിരിക്കുന്ന പോലെയല്ല, കുറെ കൂടി ഞങ്ങൾക്കും കൂടി ഉപകാരമുള്ള കാര്യങ്ങളാണ് ലത്തീഫിന്റെ വീഡിയോയിൽ വരുന്നത്. പിന്നല്ലേ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഞാന് 10ാം ക്ലാസ്സിൽ എനിക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ചടപ്പ്. ഞാൻ സ്കൂൾ പോകാനൊക്കെ മടിയെങ്കിൽ എങ്ങനെങ്കിലും 4 ആവണം, സ്കൂൾ വിടണം. എന്റെ ചിന്താഗതി അങ്ങനെ ഉണ്ടാവും. കളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആവുക എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുക. ഞാൻ അതിനു വേണ്ടി നല്ല പരിശ്രമിച്ചു. വീട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് മണിക്കൂറോളം ഫുട്ബോൾ കളിക്കും, അതിലൊക്കെ തട്ടി കളിക്കും. നല്ലൊരു ക്യാമ്പ് കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ വഴിക്ക് തിരിഞ്ഞുപോയി. പക്ഷെ ഞാൻ പണിക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫസ്റ്റ് കൂലി എന്ന് അറിയോ, 30 റുപ്യ കിട്ടും. 30 റുപ്യ, വെറും 30 റുപ്യ.
അങ്ങനെ മറ്റേ പൂയി കയറ്റി കൊടുക്കുക, സിമെന്റ് കൂട്ടി കൊടുക്കുക, അങ്ങനത്തെ പണിയാണ്. എനിക്ക് നല്ല ഫിറ്റ്നസ്സാ. ഏത് ഫിസിക്കലി സെറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ 30 ഉറുപ്പ്യ കിട്ടിയപ്പോൾ അങ്ങനെ ആലോചിച്ച് 4 ദിവസം പോയാൽ 120 ഉറുപ്പ്യായി, പിന്നെ 150 ഉറുപ്പ്യ പൈസ അട്ടിക്കാനല്ലേ പൂതി ഉണ്ടാവുക. അങ്ങനെ ഞാൻ ആ ഫീൽഡിൽ കടന്ന്. ഇനി എനിക്ക് വേറെ പ്രത്യേകത ഉണ്ട്. കുറച്ചുകൂടി എനിക്ക് ആ കഴിവാണ് തന്നെന്ന് തോന്നുന്നത്. ആ ഫീൽഡ് കടന്നപ്പോൾ എനിക്ക് എല്ലാ പണിക്ക് ഭയങ്കര ഒരു ഐഡിയ വരെ കിട്ടണ മാതിരി. ആ മേസ്തിരി ഇപ്പോൾ അവിടെ തേക്കാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ സ്റ്റേജ് കെട്ടി കൊടുക്കും, ഓർക്കുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. വെറുതെ എനിക്ക് തോന്നൂല. അങ്ങനെ ഈ പണി ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തിന്. പിന്നെ തേപ്പും പടവും. അങ്ങനെ പെണ്ണ് കാണേണ്ട സമയം വരുന്നുണ്ടല്ലോ നമുക്ക് കല്യാണം. ആ കല്യാണത്തിന്റെ സമയത്ത് എന്തായെന്ന് അറിയോ? പെണ്ണ് കിട്ടുന്നില്ല. ഞാൻ 3 വീട്ടില് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. അതിലൊരു വീട് കാണിച്ചു തന്നെ കാരണം എനിക്ക് ഓടിട്ട് വീട് അവർക്ക് കാണിച്ചു കൊടുത്താനേ. ഇതിന് തിരുവനന്തപുരത്തുള്ള ആളാണ്, എന്നാലും കാണിച്ചു കൊടുത്ത് രസമായിട്ട്. അപ്പം ആ പെണ്ണ് എന്താ പറഞ്ഞാല് തേപ്പ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായില്ലേ. പിന്നെ പെങ്ങന്മാരൊക്കെ പറഞ്ഞ് ഈ പണി ഒഴിവാക്കിയിട്ട് ഒരു ബേക്കറിയിൽ നിന്ന് 500 ഉറുപ്പ്യ ഇട്ടാണെങ്കിലും മൊബൈൽ കടയിലൊക്കെ 500 ഉറുപ്പ്യ ഇട്ടാണെങ്കിലും ഫ്രീക്കിൽ പോയി അങ്ങനത്തെ പണി വല്ലതും എടുത്തു പറഞ്ഞു. അതാകുമ്പോ എന്താ പെണ്ണേ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്താക്കിന്ന് വെച്ചാല് എന്റെ ചങ്ങായിനോട് പറഞ്ഞ ട്രാവൽസിൽ ഗൾഫിൽ ഒരുപാട് ചാൻസ് ഉണ്ടാവും, പോയി അന്വേഷിച്ച് നോക്കാറുണ്ട്. നമ്മളിപ്പോ ഈ നാട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും കോഴിക്കോട്ടങ്ങാടിയിൽ ഇപ്പൊ എല്ലാ സ്ഥലം നമ്മൾ കണ്ടിടണോ? നമ്മൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ കോഴിക്കോട്ട് പോകുള്ളൂ. അതേപോലെ തന്നെ കീശേരി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട എപ്പോഴാന്ന് അറിയോ? ഈ ട്രാവൽസ് കാരണം അവിടെ പോയി ചോദിച്ച്. അപ്പൊ അയാളിന്റെ മുഖത്ത് വീട്ടിനോട് എന്താ പറഞ്ഞറിയോ? ലത്തീഫിന് എന്തൊക്കെ പണി അറിയാറുണ്ട്. പിന്നെ ഞാൻ തേപ്പും പടവും എനിക്കറിയാം. അതിൽ മൂപ്പര് പറഞ്ഞ് ആയിക്കോട്ടെ എന്റെ അഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പര് തിരിച്ചു വിളിച്ച് ഗൾഫിക്ക് ഒരു 4 ചാൻസ് വന്നു പറഞ്ഞു. എന്താ പണി അറിയോ? ടൈൽസിന്റെ പണിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സത്യം പറയണല്ലോ, എനിക്ക് ടൈൽസിന്റെ പണി അറിയില്ല. അപ്പൊ അയാൾ പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് കയറിപ്പോയി അവിടുന്ന് പഠിക്കലെന്നാണ് പറഞ്ഞു. പിന്നെ ഞാൻ മൂപ്പർക്ക് ഒരു എഗ്രിമെന്റ് കൊടുത്തിന്. ഞാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഓലക്കാട്ടി വല്ല മേസിരി ഞാൻ ആയി മാറും എന്നുള്ളത്. കാരണം എന്താ അറിയോ? നാട്ടിലാവുമ്പോഴേ നമുക്ക് ഒരു പണിയിൽ മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാനില്ല. ഇവിടെ പണി ഞാൻ കളിക്കാൻ പോകണം, വീട്ടിലെ കാര്യം നോക്കണം, കല്യാണം നോക്കണം, അങ്ങനെ ഒരുപാട് പരിപാടികളല്ലേ. ഗൾഫിൽ പോകുമ്പോൾ ആവുന്ന അറിയോ? നമ്മൾ ഏതൊരു വർക്കിലാണെങ്കിലും അത് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പൊ ഞാൻ അവരോട് എഗ്രിമെന്റ് കൊടുത്തിട്ട് 50,000 രൂപ മൂപ്പര് കിട്ടുമല്ലേ കമ്മീഷന്. മൂപ്പരിന്റെ കയറ്റി വിട്ട് പോയപ്പോ എന്റെ കൂടെ 3 മേസ്തിരിമാരുണ്ട്. അവർക്ക് മേസ്തിരിമാരെ മാത്രം ആവശ്യമുള്ളൂ, ഹെൽപ്പർമാർക്ക് ആവശ്യമില്ല. ഇനി പിന്നെ ഞാൻ ഹെൽപ്പറാണല്ലോ. അപ്പൊ പോയതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് തെറി ഓലെന്ന് കേട്ട് എന്റെ പേരൊക്കെ വിളിച്ച് എന്റെ ഇമ്മനോടൊക്കെ ഓല എന്തൊക്കെയോ പറഞ്ഞ പണിക്കാര്. അങ്ങനെ ഞാൻ അപ്പൊക്കെ ക്ഷമിച്ചു നിന്ന് ഫസ്റ്റ് ഒരു 4 മാസം വരെ അഡ്ജസ്റ്റ് ചെയ്ത്. 4 മാസം കഴിഞ്ഞപ്പോൾ എന്താക്കിയെന്ന് അറിയോ? ടൗണിലൊക്കെ നടന്നിട്ട് അറബി കുട്ടികളെ കൂട്ടിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫുട്ബോൾ കളിക്കാൻ പോകും. അങ്ങനെയൊക്കെ അറബി പെട്ടെന്ന് ക്യാച്ച് ചെയ്ത്. പിന്നെ എന്റെ അത്ര ഐഡിയ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ കമ്പനിയിൽ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ കഫീനോടൊക്കെ സംസാരിച്ചാണ്ട് വലിയ ലെവലിലേക്ക് എത്തി. പിന്നെ ഓരോ കഥക്കെ കഴിഞ്ഞ അവിടെ. പിന്നെ ടൈൽസ് പണിക്ക് അവിടെ തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വന്ന് അപ്പൊ എനിക്ക് കല്യാണം കഴിക്കാനുള്ള കാര്യം മാത്രം മതിയേനു. ഏത് ഞാൻ അത്ര ഉദ്ദേശിച്ച ഒരു ഗൾഫുണ്ട്. അവിടെ ഞാൻ ഏകദേശം തീർക്കണം. 1,20,000 പേര് ശമ്പളം വാങ്ങിയിട്ട് എങ്ങനെ തരാം? 22 രൂപ എനിക്ക് കമ്പനി പൈസ ബാക്കിയാവും. ഏത് രാവിലെ 6 to വൈകുന്നേരം 6 മണി വരെ. ഈ 6 മണി കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ? ഓരോ കടകൾ ഉണ്ടാവില്ല ടൗണിലുള്ള, ആ കടകളിൽ പോയി ക്ലീൻ ആക്കി കൊടുക്കും. സെണ്ടുകുപ്പിന്റെ കടയിൽ പോയിട്ട് സെണ്ടുകുപ്പിന്റെ മണ്ണും പൊടിയൊക്കെ തട്ടി കൊടുക്കുക. അപ്പൊ 1 മണിക്കൂർ ക്ലീൻ ആക്കിയാൽ 10 റിയാൽ തരും. അങ്ങനെ ഞാൻ രാത്രി 1 മണി വരെ പല കടകളിൽ ക്ലീൻ ആക്കി. അതിന്റെ ഇടയിൽ കൂടെ അക്കൂസ് ബ്ലോക്ക് ആയതുണ്ടാവും, ഒരു ലോഡ് വാർപ്പിന് മുകളിൽ കയറ്റാണ്ടാവും. അതൊക്കെ ഫുള്ള് പണികളാണ് ആ സൗദിയിലൊക്കെ. അപ്പൊ ഫ്രിഡ്ജ് മുകളിൽ കയറ്റാണ്ടാവും, എല്ലാ പണി ഞാൻ എടുത്ത്. എനിക്ക് അധ്വാനിക്കാൻ ഒരു താല്പര്യം ഉണ്ടല്ലോ. എന്റെ കീസയിൽ പൈസ നിറഞ്ഞു. അപ്പൊ എനിക്ക് പൈസനോടൊക്കെ ഭയങ്കര, അതായത് അവിടെ പാവപ്പെട്ട വ്യക്തിനെ ഉണ്ടായാലും അവർക്ക് 10 റിയാൽ കൊടുക്കും, പോയി ചായ ചൊല്ലിയാറുണ്ട്. ആ ഫസ്റ്റ് 4 മാസമൊക്കെ ട്രബിൾ ആയിട്ടുള്ളൂ. പിന്നെ രക്ഷപ്പെട്ട് എന്നെ കൂടെ മസറയെ കൊണ്ടുപോയിട്ടുണ്ട്, കാട്ടെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുന്നൊക്കെ ചാടി പോകുന്നത് എന്റെ ബിരുദാണത്. ഇങ്ങോട്ട് എന്റെ ബിരുദ എന്നോട് എന്താ പറഞ്ഞറിയോ? എന്റെ പ്രീവിയസ് ഒക്കെ 2 കൊല്ലത്തിന് ഉണ്ടെന്നാണ്. അവിടുന്ന് പൈസ വാങ്ങിയത് ഞങ്ങൾ അറിയില്ല. പക്ഷെ ഈ 2 കൊല്ലം എഗ്രിമെന്റ് തീരുന്ന വരെ ഇവര് പറഞ്ഞ പണി കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കഫീലിന്റെ ഏട്ടന്റെ കടയ്ക്ക് ഒരു മസറുണ്ട്, വലിയൊരു മരുഭൂമി, അവിടെ കൊണ്ടുപോയിട്ട്. അപ്പൊ ഞാനൊരു 2-3 മാസം അവിടെ മേടിച്ച്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പണിക്ക് പോയാലും നമ്മൾ അവിടെ ലയിക്കും. നമ്മള് അവിടെ യമീനകളെ കൂടെ നിന്നിട്ട് അറബിയൊക്കെ നല്ല ഫ്ലുവന്റ് ആയി. എത്തോപ്യക്കാർ 15 ആൾക്കാരാണ്. ഓല ജീവിതമൊക്കെ എനിക്ക് പറഞ്ഞൊരു യാത്രയായാല്. അങ്ങനെ എന്നെ അവിടുത്തെ ആൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ അറിയോ? ഈ മസറയില് മറ്റേ കക്കൂസില്ല, കുൾബൂറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് കട്ടിറക്കി തരികയാണെങ്കിൽ ഞാൻ കക്കൂസും കുൾബൂരി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ പോലെ എന്താ പറഞ്ഞറിയോ? എടാ എനിക്ക് എന്താ തേപ്പും പടവൊക്കെ അറിവ് ചെയ്യാം അവിടുത്തെ മുതിർ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ശരിക്കത്തെ പണി തേപ്പും പടവാണ്. ഞാൻ ഇവിടെ ഇയാളോട് പറഞ്ഞിട്ട് ആരും കേൾക്കണില്ലായിരുന്നു. അങ്ങനെ മൂപ്പര് കട്ടിറക്കി തന്നു. ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ ഒരു ഹെൽപ്പറും മണ്ടായിരുന്നു. ഞാൻ ആ പൂയി കീറിയാണ്ട് ഫൗണ്ടേഷൻ ഇട്ട് ക്ലോസറ്റ് വെച്ച് എല്ലാം പണി തീർത്ത് കാവ്യൊക്കെ ഇട്ട് കൊടുത്ത് സിമെന്റ് കൗട്ട് കലക്കിയിട്ട് കൊടുത്തപ്പോൾ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അയാൾ പറഞ്ഞ് ലത്തീഫിന് ഭയങ്കര കഴിവാണ്. പിന്നെ അതേപോലെ നമുക്ക് സംസാരിക്കാൻ എഡ്യൂക്കേഷൻ കുറച്ചുണ്ടല്ലോ, എഴുതാനൊക്കെ നല്ല അറിയാം. അങ്ങനെ മൂപ്പരിനോട് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് പോകണ്ട, ഇവിടെ പണിക്ക് 2000 റിയാൽ വരുന്നുണ്ട്. 2000 റിയാൽ 40,000 പെയിന്റ് മണി. മറ്റോടത്തും 22 പാക്കിട്ടുള്ളൂ. ഏത് ടൈൽസ് മണിന്ന് 22 റുപ്യ വാക്കിട്ടുള്ളൂ. ഇവിടേക്ക് 40 റുപ്യ റെഡി, പിന്നെ ഭക്ഷണം ഫുള്ള് ഫ്രീ. ഓക്കെ. പിന്നെ എന്നോട് പറഞ്ഞാലോ അടുത്ത മാസം മുതൽ 3000 തരാറുണ്ട്. ജാട് പറയരുത് തരണം. ഇത് എനിക്ക് ഇക്കാമക്കാരൻ എന്റെ ഇക്കാമക്കാരെ ശരിയാക്കണ അറിയോ? കമ്പനിയാണ് 3000 തരാറുണ്ട്. കാരണം എന്താ അറിയോ? ഇവർക്കൊരു ഐഡിയ ഇല്ല. കൂടുതൽ എത്തോപ്പക്കാർക്ക് ഒരു മന്ത് പണി ഒരു മതിൽ കെട്ടുകയാണെങ്കിൽ
ഒരൊറ്റ സ്ട്രൈറ്റിൽ നമുക്ക് അഭിപ്രായം പറയാണ്ടാവല്ലോ, നമുക്ക് വണ്ടി വരാനുള്ള വഴി ഇങ്ങനെ കൊടുക്കാം. കാരണം ഇത് നമുക്ക് വണ്ടി ഈ കൂട്ടി കയറ്റുമ്പോൾ പയ്യന് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഒരു ഐഡിയ വരാൻ പറ്റിയ ആളായില്ലേ, എനിക്ക് എല്ലാം കൊണ്ട് ഐഡിയ ഒരു കണ്ടെത്തില്ലേ. എന്നോട് പറഞ്ഞു ഇത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ ലൈഫ് സെറ്റിൽ ആവും പറഞ്ഞു. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു കൊടുത്താൽ അറിയോ, ആ മസറയിൽ ഒരു ക്രെയിന്, ഒട്ടയത്തിനെ പിടിക്കാൻ ക്രെയിൻ വേണം. കാരണം ഒട്ടയത്തിന് കാല് കെട്ടിക്കാണ്ട് ക്രെയിൻമേലാണ് ലോറിക്ക് കയറ്റല്. അപ്പൊ ഒരു ക്രെയിൻ ഉണ്ട്, അതേപോലെ തന്നെ 2-3 ജീപ്പുകളുണ്ട്. ഈ ജീപ്പൊക്കെ ഞാൻ അവിടെ നിന്ന് ഓട്ടിപ്പടിച്ചു. ഇപ്പൊ ക്രെയിനൊക്കെ അടുത്ത് ഓട്ടി പഠിച്ച റൈറ്റ് എനിക്ക് പഠിപ്പിച്ചാന്ന് പറഞ്ഞു. എല്ലാം സെറ്റപ്പ് ആയപ്പോഴാണ് ചിന്താരി ഫുട്ബോൾ മാത്രം അവിടെ ഇല്ല. അവിടെ മസറയിൽ എന്താ കുഴപ്പം തന്നെ, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ജീവിതം. ഒറ്റപ്പെട്ട ആൾക്കാരുടെ കൂടെ എത്തോപ്പക്കാരുണ്ട്, പക്ഷെ ഭക്ഷണമൊക്കെ എന്താണ് എത്തോപ്പക്കാരുണ്ടാക്കുക, ഒരു ചീഞ്ഞ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. ഞാനത് തിന്നു, എനിക്ക് അസ്വാസം ഉറപ്പൊന്നുമില്ല. പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ ശമ്പളം കറക്റ്റ് തരും. എന്താ കുഴപ്പം എന്താ പറയുക, ഡെയിലി വർക്ക്. ടൈൽസ് മണിക്ക് പോയ സമയത്ത് 4 മാസം ഗൾഫിൽ ഫസ്റ്റ് വന്ന സമയത്ത് വെള്ളിയാഴ്ച ഉറക്കേനി. ഇവിടെ പൈക്കൊക്കെ എന്നും വെള്ളം കൊടുക്കണ്ടേ, ഒട്ടകത്തിന് എന്നും വെള്ളം വേണ്ടേ, ആടിന് വെള്ളം വേണ്ടേ. അതുകൊണ്ട് ഒരു ദിവസം ലീവില്ല, വെള്ളിയാഴ്ച വരെ ലീവില്ല. പള്ളിക്ക് പോകാൻ കഴിയൂല. പള്ളിക്ക് പോകണമെങ്കിൽ കിലോമീറ്റർ പോകണം. അപ്പൊ വണ്ടി ഓട്ടണമെങ്കിൽ, മരുഭൂമി കൂടെ വണ്ടി ഓട്ടണമെങ്കിൽ ഒരു എയിമുള്ള ആൾ മാത്രമേ കൊണ്ടുപോകും. ഡോക്ടർ ഉണ്ട്, സുഡാനിയാണ്. ആ ഡോക്ടർ അന്ന് വണ്ടി ഓട്ടാൻ തയ്യാറാണെങ്കിൽ, അയാൾക്ക് പള്ളി പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വണ്ടി സ്റ്റാർട്ടാക്കും. അയാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അന്ന് എല്ലാവരും അവിടെ നിസ്കരിച്ച് വേണമെങ്കിൽ പല്ല് തേക്കണ്ട, കുളിക്കണ്ട, റൂമൊക്കെ അല്ലേ, എല്ലാരും എത്തോപ്പക്കാരൊക്കെ വൃത്തിയില്ലാത്തവരാണ്. ഒന്നും വേണ്ട. ഉള്ളിത്തോലില്ലേ, ഉള്ളി കൊണ്ടുവരുന്ന കവറില്ലേ, അവിടെ ഒരു ജീവിതം തന്നെ. അതിന്റെ ഫോട്ടോ വീഡിയോ കയ്യിൽ ഞങ്ങൾക്ക് തരാം, ഞാൻ അഭിപ്രായത്തിൽ കൂടുതൽ വെച്ചോണ്ടു. പിന്നെ ഞാൻ അവിടെ എന്താക്കിയെന്നറിയോ, എന്റെ കൂടെ എന്റെ ചെക്കൻ എന്നെ കൂട്ടത്തിലുള്ളേ. ആ ചെക്കന്റെ പേര് അബ്ദുൽ ഖാദർ. ഓ മരിച്ചിട്ട് ഞാൻ വന്നതിന് ശേഷം എത്തോപ്പക്കാരന് പാവിന് ഫോട്ടോ ഒക്കെ തരട്ടെ, ഇതിൽ വെച്ചിരിക്കണേ. അങ്ങനെ എന്നോട് പറയാട്ടോ, എനിക്ക് ഈ മസറേന്ന് ഒരിക്കലും ചാടി പോറ്റില്ലായിരുന്നു ഈ ഫാമിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചാടി പോകുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരും അറബിയാണ്. ഞാൻ അവരോട് ചോദിക്കൂ, ഈ അൽദായിർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെ നോക്കൂ. ഞാൻ പണ്ട് വന്ന സ്ഥലം എവിടെയാണ്, 140 കിലോമീറ്റർ ഇപ്പുറത്താണിത് ഇന്നെ പെടുത്തിക്കേണ്ടത്. അങ്ങനെ അവര് പറയാൻ തരാം, ആ കാണുന്ന സ്ഥലത്താണ് വന്ന അൽദായിർ എന്നറി. അങ്ങനെ വഴി കണ്ടുപിടിച്ച് ഞാൻ ചാടി രക്ഷപ്പെട്ടു. ഫുള്ള് സെറ്റപ്പായി. എന്താക്കി, ഞാൻ വീണ്ടും ടൈൽസ് മണിന്റെ കമ്പനിക്കാരെ തിരിച്ചെത്തി. അപ്പൊ എന്റെ കൂടെയുള്ള പണിക്കാരൊക്കെ അത്ഭുതപ്പെട്ട്, ഗൾഫിൽ വന്നിട്ട് ഓരോ വക വെക്കാതെ ഒന്ന് ചാടി പോരാൻ ധൈര്യം എനിക്ക് എത്ര ഉണ്ടെന്നുള്ളത്. ഞാൻ ജീവിതത്തിൽ എല്ലാ കാര്യം പഠിച്ചത് കൊടുന്നാറ് ഗൾഫിൽ നിന്ന് എനിക്ക് ധൈര്യം കിട്ടിയത്. അതായത് നമുക്കൊരു ടൈൽ ഒട്ടിക്കുമ്പോൾ ഫസ്റ്റ് കയ്യിലൊരു ബർക്കലുണ്ടാവും, ഒരു ധൈര്യക്കുറവുണ്ടാവും, അതിൽ എയർ വരും ഇല്ല എന്നൊക്കെ ഉള്ളത്. ഈജിപ്തുകാരെ കൂടെ ഹെൽപ്പറായി. നമ്മളെ കമ്പനിയിൽ 16ഓളം ഈജിപ്തുകാരുണ്ടേനി, ഈ ടൈൽസ് കമ്പനിയിൽ പാകിസ്ഥാനികളുണ്ടേനി. എനിക്ക് 50 റിയാല അതിന്റെ ശമ്പളം, ഇന്ത്യൻ മണി 1000 രൂപ, മാസം 1500 റിയാൽ. ഓക്കെ, അപ്പൊ ഈ 1500 റിയാലില് രാവിലെ നീച്ചാൽ ഓല എന്തൊക്കെ പറയണോ ഒക്കെ ചെയ്യണം. മണ്ണ് വരാൻ പോകണം, സെൻട്രിങ്ങിനെ മുട്ടും പലി കയറ്റണം, എന്ത് പണി. കഫീലിന്റെ വീട്ടിൽ വിരുന്നാർ വരികയാണെങ്കിൽ ഓന്റെ പേരെ മൊത്തം തേച്ച് കഴിക്കണം. ഇങ്ങനെ എല്ലാ പണികളും ചെയ്യണം. അപ്പൊ ഞാൻ തരാം, എനിക്ക് എന്ത് പണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നെ ഏൽപ്പിച്ചാൽ ലാഭതരങ്ങള്. നിങ്ങൾ പിന്നെ ഇവിടെ ചെത്തി കോരാൻ വേണ്ടി നന്നാക്കി എന്നെ വിളിച്ചു വെച്ചോളൂ. നിങ്ങൾ ഓഫീസിൽ പോയാലും നിങ്ങൾ ഈ വർക്ക് വരുമ്പോണ്ടല്ലോ, നിങ്ങൾ വിചാരത്തിനായിട്ട് ഷറയുണ്ടാവും. കാരണം എനിക്കൊരു ഭാവന ഉണ്ട്, ഇത് ഇങ്ങനെ ചെയ്യണം. ആ മണ്ണ് ബാക്കിയുള്ളത് അവിടെ കൊണ്ടുപോയിടാം. അതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് എന്നെ വിജയിച്ചത്. ഇവരെ പണിക്ക് വിട്ടാല് 1/2 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇവിടെ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യേണ്ടി വരും, എന്തായി എന്നുള്ളത്. കാരണം ഇവർക്കൊരു ഭാവന ഇല്ല. നമുക്കൊരു പണിക്കാരനൊരു ഭാവന വേണ്ടി ഫസ്റ്റ്. ഈ കിണർ ഇങ്ങനെ നന്നാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കണം നല്ലത്. ചേച്ചിയെ ഭാവിയിൽ ഇവിടെ പെര വരൂലേ, അപ്പൊ നമുക്ക് കെട്ടി ഇങ്ങനെ കെട്ടാം, അതാണ് നല്ല. അങ്ങനെ ഒരു ഫ്യൂച്ചർ നോക്കണം. ഒരു അനുഭവം കൊണ്ടാണ് അങ്ങനെ എന്താക്കി അവിടുന്ന് പൈസ കിട്ടിയപ്പോ ഞാൻ നല്ലൊരു പൈസ ബാങ്കിൽ അക്കൗണ്ടിലൊക്കെ സെറ്റ് ആക്കിയിട്ട് വന്നു. ലീവിനാണ് വരുന്നത്. എന്റെ ആഗ്രഹം തരാം, കല്യാണം വെച്ചാൽ പോവില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ വിടുന്നില്ല എന്നെ അവിടുന്ന്. അപ്പൊ എനിക്ക് ഒരുപാട് കഥ ഉണ്ട്, വൈകുന്നേരം വരെ പറഞ്ഞാൽ തീരില്ല. അപ്പൊ എന്താക്കിയെന്ന് അറിയോ, എന്താണ് 3 മാസത്തെ ലീവ് വന്ന്. ആ 3 മാസത്തെ ലീവ് അങ്ങനെ എന്നാ അറിയാം, ഇമ്മാന്റെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ ഫോട്ടോ അടക്കാണ്ട് വിട്ട് അങ്ങനെയാണ് തിന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് കഫീൽ പിന്നെയും വിളിച്ചു, ഇനി ഇക്കാമൊക്കെ ഞാൻ ഫോട്ടോ വിട്ടുതരാം, ഇവിടെ ഉണ്ട് വിളിച്ചു. ഞാൻ പോയില്ല. പിന്നെ കഫീൽ ഇവിടെ വന്നിട്ടോ, എന്റെ അമ്മക്ക് സൊക്കടായിട്ട് ഇവിടെ കോഴിക്കോട് മെട്രോ ഹോസ്പിറ്റൽ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ വന്നിനി. അപ്പൊ ഞാൻ കാണാൻ പോയാൽ പിന്നെ കണ്ട് എന്നോട് എന്തെങ്കിലും വരുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ യൂട്യൂബൊക്കെ തുടങ്ങി, ഇസ്ത്രാക്കും ഒക്കെ സെറ്റപ്പായി ഉഷാറായി. നമ്മളെ യൂട്യൂബിൽ 1 മില്യൺ തേഞ്ഞ് പറഞ്ഞപ്പോ ഇല്ലേ, കഫീല് 3 പെണ്ണുങ്ങളാ, ഇപ്പൊ 4 ആയിരുന്നു. കാര്യത്തില് എന്റെ കഫീലിന് ഞാൻ വരുമ്പോ 27 വയസ്സാ. ഞാൻ അവിടുന്ന് പോരുന്ന സമയത്ത് അപ്പൊ 3 കെട്ടിയിന്. ഞാൻ വന്ന സമയത്ത് ഒരു പെണ്ണിന് 2 കല്യാണം പിന്നെ നടന്നത്. ഈ 2 പാർട്ടി ഉണ്ടാവും നമുക്ക്. ഏത് 2 പാർട്ടിയിൽ പങ്കെടുത്ത ആളാണ്. വർഷത്തിൽ പെണ്ണ് മെലിഞ്ഞ വണ്ണാട്ടോ, പാവട്ടോ, അതിനോടൊക്കെ സംസാരിക്കുമോ. ഒന്ന് കഴിഞ്ഞാല് അവൾക്ക് ഓരോന്നോരോന്നോ കിട്ടും. അത്രയും പൈസ അവനെടുത്ത്. അതുകൊണ്ട് മെയിൻ എന്താ, നമ്മൾ നിൽക്കുന്നത് യമന്റെ ബോർഡറാ. അപ്പൊ ഒരു തോടാണ് നമ്മൾ അതിർത്തി. ആ തോട്ട് കടന്ന അപ്പുറത്ത് യമൻ. അവിടെ കമ്പിവേലൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ഈ സൗദിയിൽ നിന്ന് ഒരു ആട് ഇങ്ങനെ പോയിക്കാണ്ട് ആ തോട്ട് കൂടെ അപ്പുറത്ത് കയറിയാൽ പിന്നെ ആടിനെ ഒന്ന് കൊണ്ടുവരാൻ പാടില്ല. അതാണ് ബോർഡർ. പക്ഷെ ഈ ശരിക്കലുണ്ടല്ലോ ജിസാൻ മന്തൊക്കെ ഉണ്ടല്ലോ, ജിസാൻ സ്റ്റേറ്റ് മൊത്തമായിട്ട് സൗദിയിലെ ആരുടെ അറിയോ, യമനിയാൾതാ. ആ ബഹക്കെ അത് പിടിച്ചിരുത്തണം. ഓക്കെ, ഞാൻ മൂപ്പരൊക്കെ അവിടെ ഉണ്ടായിനി. എന്തായാലും ഇവിടെ വന്നിട്ട് എന്താക്കിയെന്ന് അറിയോ, അപ്പൊ എനിക്കൊരു താല്പര്യം യൂട്യൂബ് തുടങ്ങിയാലോ എന്നുള്ളത്. നമ്മുടെ സ്വന്തം
സുൽത്താൻ ലത്തീഫിന്റെ ജീവിതകഥ ഇതുവരെ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് യൂട്യൂബിൽ 1.17 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന ചാനൽ എങ്ങനെ ഇതുവരെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ലത്തീഫിന്റെ ജീവിതകഥ എത്തി വലിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതിന്റെ പാർട്ട് 2മായി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.